വേടൻ നിലവിൽ അറസ്റ്റിലാണ്. കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിലാണ് വേടൻ അറസ്റ്റിലായത്. നമ്മൾ ഈ വിഷയം ഇന്ന് വിശദമായി പരിശോധിക്കുകയാണ്. നമുക്കൊപ്പം സംഗീത സംവിധായകൻ ശ്രീ അൽഫോൻസ് ജോസഫ് തത്സമയമുണ്ട്. ശ്രീ അൽഫോൻസ്, നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ ഇതൊക്കെ എഴുതാൻ വേണ്ടി താങ്കൾക്ക് ഇങ്ങനെ ലഹരി ഉപയോഗിക്കേണ്ടി വരാറുണ്ടോ എന്ന് ആളുകൾ ചോദിച്ചു എന്ന്. ഇപ്പോൾ എൻ്റെ സംശയം അതാണ്. അതായത് ഈ വേടൻ പറഞ്ഞിരിക്കുന്നത് സ്ഥിരമായിട്ട് കഞ്ചാവ് ഉപയോഗിക്കാറില്ല എന്നാണ്. ഈ പരിപാടിയുടെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നു. ഇത്രയധികം മണിക്കൂർ എനർജറ്റിക്കായി സ്റ്റേജിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വേണം എന്നതാണോ? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു സാധാരണക്കാരായ കാഴ്ചക്കാർ എന്ന നിലയിൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്? അതിനു വേണ്ടിയാണ് ഞങ്ങളിത് ഉപയോഗിച്ചത് എന്ന്? ഒരിക്കലും അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന്. പ്രത്യേകിച്ച് ഞാൻ ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ സ്റ്റേജിൽ ഒരേ മൊമെന്റിൽ നിന്ന് പെർഫോം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്ട്രെങ്ത് എപ്പോഴും എൻ്റെ ഒരു ഇന്നർ സ്ട്രെങ്ത് ആണ്. അതായത് എൻ്റെ പ്രയറിലും എൻ്റെ മെഡിറ്റേഷനിലും ഞാൻ അക്വയർ ചെയ്യുന്ന എൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ശക്തിയും, ഒപ്പം തന്നെ നമുക്ക് അറിയാം, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ ദൈവികമായിട്ടുള്ള ഒരു ശക്തി കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവർ അങ്ങനെ വിശ്വസിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ മുന്നോട്ട് പോകുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റ് പദാർത്ഥങ്ങളുടെ ആവശ്യമില്ല. ഇല്ലാതെ തന്നെ ഫിസിക്കലി നമുക്ക് ആരോഗ്യം ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള പോഷക ആഹാരങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി കഴിക്കണം. അതല്ലാതെ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എസ്പെഷ്യലി ഇത് കാണുന്ന ഏതെങ്കിലും യുവജനങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ തെറ്റായ ബോധ്യങ്ങളും നിങ്ങൾ മാറ്റണമെന്ന് ഞാൻ പറയാണ്. കാരണം ഞാൻ പല സ്റ്റേജുകളിൽ, പല ഇന്റർനാഷണൽ സ്റ്റേജിൽ ഞാൻ ഷോസ് നടത്തിയിട്ടുണ്ട്. അതിന്റെ പ്രാക്ടീസ് മുതൽ പെർഫോമൻസ് വരെ 5 മണിക്കൂറല്ല 10 മണിക്കൂർ കണ്ടിന്യൂസ്ലി സ്റ്റേജിൽ നിൽക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. AR റഹ്മാന്റെ വേൾഡ് ടൂർ മുതൽ റെക്സ് ബാൻഡ് എന്ന് പറഞ്ഞ ഒരു കണ്ടംപററി ഗോസ്പൽ മ്യൂസിക് ബാൻഡിന്റെ കൂടെ എൻ്റെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ലൈവ് ഷോസ് കേരളത്തിലും കേരളത്തിന് പുറത്തും എല്ലാം ഇന്റർനാഷണൽ ഷോസിലൊക്കെ അതിന്റെ പ്രിപ്പറേഷനും ഷോ ഒക്കെ ആയിട്ട് 10 മണിക്കൂറിൽ കൂടുതൽ നിൽപ്പിൽ നിന്ന് പെർഫോം ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ എനിക്ക് ഇതുവരേക്കും ഇത്തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള മയക്കുമരുന്നിന്റെ അല്ലെങ്കിൽ ബാക്കി അങ്ങനെയുള്ള കാര്യത്തിന്റെ ഒന്നും ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പോ അതൊരു മിഥ്യാധാരണയാണ്. അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാനായിട്ട് ഒരു കാരണമായിട്ട് എടുക്കുന്നതുമാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് തെറ്റായിട്ട് അങ്ങനത്തെ ഒരു ബോധ്യം കിട്ടിയിട്ടുള്ളതുമാകാം. എന്ത് തന്നെയാണെങ്കിലും അതൊരു കൈൻഡ് ഓഫ് എസ്കേപ്പിസം ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ആരും അത്തരത്തിലുള്ള ഒരു ബോധ്യത്തിലേക്ക് വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെ, ഇപ്പോൾ താങ്കളുടെ ഈ പെർഫോമൻസ് പറഞ്ഞാൽ ഞാനും കണ്ടിട്ടുണ്ട്. ആരോമലെ എന്നൊക്കെയുള്ള പാട്ടത് ഈ ആരാധകരെ തത്സമയം തന്നെ ത്രസിപ്പിക്കുന്ന ഹൈ വോൾട്ടേജ് പെർഫോമൻസ് താങ്കൾ നടത്തുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് അത് ഹൈ പിച്ചിലാണ് ആ പാട്ട് താങ്കൾ പാടുന്നത്. അതിനുശേഷം മറ്റ് പാട്ടുകളും ഒക്കെ പാടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരേ എനർജി എപ്പോഴും ഒരേ ലെവലിൽ തന്നെ നിർത്തിക്കൊണ്ട് താങ്കൾ പെർഫോം ചെയ്യുന്നത് കാണാറുണ്ട്. ഇതൊരു വലിയ സന്ദേശമാണ് താങ്കളെ പോലെയുള്ള ഗായകർ അല്ലെങ്കിൽ ഈ പെർഫോമൻസ് ഒക്കെ നൽകുന്നത്. എന്തുകൊണ്ടാണത് ഇപ്പോൾ ഈ പറയുന്ന യുവതലമുറ ഇത് ഉപയോഗിച്ചാലേ ഞങ്ങൾക്ക് പറ്റുകയുള്ളൂ? അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്, സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളല്ല, പക്ഷേ ഇത് പെർഫോമൻസിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്, തയ്യാറെടുപ്പിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. ഇതെവിടെ നിന്ന് കിട്ടുന്നു ഈ തെറ്റായ സന്ദേശം? പല രീതിയിലുള്ള കാരണങ്ങളുണ്ടാകാം. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനാഷണലിയും നാഷണലിയും ഒക്കെ ചില വ്യക്തികളൊക്കെ അത്തരത്തിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ ആ രീതിയിലുള്ള ഒരു പക്ഷേ മേ ബി അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഇതിൽ നിന്നും അങ്ങനത്തെ തെറ്റായ ബോധ്യങ്ങൾ കൊടുത്തിട്ടുണ്ടാകാം. പക്ഷേ അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മളുടെ ഉള്ളില് ഒരു ഇന്നർ സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു വാക്വം വരുമ്പോഴാണ് നമ്മൾ പുറത്തു നിന്ന് പല ഇത്തരത്തിലുള്ള ശക്തികളും സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നത്. സോ ഇന്ന് ഞാനിപ്പോ FTIയിലാണ് ഇപ്പോൾ ഉള്ളത്, ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഞാനിവിടെ പ്രൊഫസർ ഓഫ് മ്യൂസിക് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, മ്യൂസിക് ഡയറക്ഷന്റെ കൂടെ തന്നെ. ഇവിടെ ഞാൻ പല കുട്ടികളോടും ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്: ടേക്ക് സ്ട്രെങ്ത് ഫ്രം വിത്തിൻ യു. യുവർ ഇന്നർ സ്ട്രെങ്ത് മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. കാര്യം ഇന്ന് ഒരു സൈലന്റ് ആയിട്ട് ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് നമുക്ക് കുട്ടികളോട് ഇരിക്കാൻ പറഞ്ഞാൽ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവര്
കംപ്ലീറ്റ് ഇങ്ങനെ ഒരു ബിസി വേൾഡിലാണ്. അവരുടെ മൈൻഡും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫിൽഡ് അപ്പ് ആണ്. ഒരു വാക്വം, അല്ലെങ്കിൽ അവർ തനിയെ ഒരു ഒറ്റയ്ക്ക് ഇരുന്നൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനോ ഒരു ഇന്നർ സ്ട്രെങ്ത് കണ്ടെത്താനോ അതിനുള്ള ഒരു സാഹചര്യമോ അതിനുള്ള ഒരു ക്ഷമയോ എന്നില്ലാതായി തീർന്നിരിക്കുക. അല്ലെങ്കിൽ ആരും അതിനായിട്ട് ഗൈഡ് ചെയ്യുന്നില്ല. ഞാനിവിടെ കുട്ടികളോട് ഞാനിവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, കലാകാരന്മാരെ, എസ്പെഷ്യലി കലാകാരന്മാരെ, യു ഹാവ് ടു ഫൈൻഡ് യുവർ ഇന്നർ സ്ട്രെങ്ത്. അതിനു വേണ്ടിയിട്ട് നിങ്ങളൊരു മിനിമം ഡെയിലി ബേസിസിൽ ഒരു 5 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങൾ ഇരിക്കുകയും ആ സൈലൻസിൽ നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് നമുക്കൊരു ശക്തി സ്വീകരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരില്ല. മാത്രമല്ല കുറേ കൂടി ക്ലാരിറ്റി ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, ഞാൻ എന്താണ് പറയുന്നത്, ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പലരും പറയാറുണ്ട്, ഇന്ന് നമ്മൾ സിനിമ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് യാതൊരു രീതിയിലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ആവശ്യമില്ല എന്നൊക്കെ പറയും. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് എനിക്ക് എന്ത് വേണമെങ്കിൽ പറയാമെന്ന് പറയും. പക്ഷേ പ്രത്യേകിച്ച് സിനിമ പോലുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ, പലരും അതിനെ എതിർത്ത് സംസാരിക്കുന്നവരുണ്ടാകാം, പക്ഷെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത്, ഞാൻ ആസ് എ മ്യൂസിക് ഡയറക്ടർ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്ന ഞാൻ പറയുന്ന ഓരോ വാക്കും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും വാല്യൂ ഉണ്ട്. അത് ഇൻഫ്ലുവൻഷ്യലാണ്, പലരെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ പറയുന്ന ഒരു കാര്യം ഒരു പക്ഷെ ഒത്തിരി വളർന്നു വരുന്ന കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അപ്പൊ അത് ഞാൻ തെറ്റായിട്ടുള്ള ഒരു ബോധ്യമാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ആ ബോധ്യം തെറ്റായി തന്നെ കുട്ടികളിലേക്ക് കടന്നു ചെല്ലും. അതേസമയം ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു കാര്യം പറയുവാണെങ്കിൽ അതൊരു റെഗുലർ ആയിട്ട് ഒരു ഓർഡിനറി അല്ലെങ്കിൽ ഒരു ചുമ്മാ ഒരു പാരന്റ് പറയുന്നതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് അത് കുട്ടികളിലേക്ക് എത്തുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്നർ സ്ട്രെങ്ത് കണ്ടെത്താനായിട്ട് ഓരോരുത്തരും ശ്രമിക്കണം. എനിക്കറിയത്തില്ല, അതൊന്നും നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ ബൈ മൈ ലൈഫ് ഐ എക്സ്പീരിയൻസ് ദാറ്റ്. ആൻഡ് നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി അത് തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. അത് ദൈവികമായിട്ട് നമുക്ക് കിട്ടുന്ന ശക്തിയാണ്. അത് കണ്ടെത്താത്തിടത്തോളം കാലം we will be in search of so many other things to fill in that void. അതെ, താങ്കൾ തുടരുക. നമ്മൾ ഈ വിഷയത്തിൽ തന്നെയാകും 5 മണി വരെ നിൽക്കാൻ പോകുന്നത്. ചില പുതിയ വാർത്തകൾ കൂടി വരുന്നുണ്ട്. വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് ചില നടപടികൾ കൂടി കൈക്കൊള്ളുന്നു. അതിൻ്റെയൊക്കെ വിശദാംശത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികളും ഉണ്ടാകും തത്സമയം. ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങിയെത്താം.